എല്ലാവർക്കും ക്യൂസ് ബഡീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8ാം ക്ലാസ് ബേസിക് സയൻസിലെ അവസാനത്തെ ചാപ്റ്ററാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. നിത്യജീവിതത്തിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജരൂപമാണ് വൈദ്യുതോർജ്ജം. സാധാരണയായി നമ്മൾ വീടുകളിൽ ഉപയോഗപ്പെടുത്തുന്ന വൈദ്യുതിയാണ് AC, അതായത് ആൾട്ടർനേറ്റിംഗ് കറണ്ട്. ഇതിനെ നമുക്ക് മലയാളത്തിൽ ധാരാവൈദ്യുതി എന്ന് പറയാം. ബാറ്ററി, UPS, ഇൻവെർട്ടർ തുടങ്ങിയവയിൽ ഉപയോഗിക്കുന്ന വൈദ്യുതിയാണ് DC, ഡയറക്റ്റ് കറണ്ട്. കറണ്ട് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പ്രവാഹം അല്ലെങ്കിൽ ഒഴുക്ക് എന്നതാണ്. അതായത് ആൾട്ടർനേറ്റിംഗ് കറണ്ടിലും ഡയറക്റ്റ് കറണ്ടിലും ഒരു വസ്തുവിലുണ്ടാകുന്ന ചാർജ് ഒഴുകുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഒരു വസ്തുവിലുണ്ടാകുന്ന വൈദ്യുത ചാർജ് ആ വസ്തുവിൽ അതേ സ്ഥാനത്ത് തന്നെ തങ്ങി നിൽക്കുകയാണെങ്കിൽ അത്തരം വൈദ്യുത ചാർജിനെ നമുക്ക് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി, അതായത് സ്ഥിത വൈദ്യുതി എന്ന് പറയാം. സാധാരണയായി നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന വൈദ്യുതി എന്നത് കറണ്ട് ഇലക്ട്രിസിറ്റിയാണ്. അവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു വസ്തുവിലുണ്ടാകുന്ന വൈദ്യുത ചാർജ് ഒഴുകുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഉണ്ടാകുന്ന വൈദ്യുത ചാർജ് ആ വസ്തുവിൽ അതേ സ്ഥാനത്ത് തന്നെ തങ്ങി നിൽക്കുകയാണെങ്കിൽ അത്തരം വൈദ്യുത ചാർജിനെ സ്ഥിത വൈദ്യുതി, അതായത് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയാം. ഈ ചിത്രം നിരീക്ഷിച്ചല്ലോ. മോറോറോക്ക് എന്ന സ്ഥലത്തു നിന്നും എടുത്ത അപൂർവ ഫോട്ടോയാണിത്. കുട്ടികളുടെ മുടിയിഴകൾ നോക്കിയാൽ മനസ്സിലാവും അവ ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുകയാണ് അല്ലേ? ഫോട്ടോ എടുത്ത ഉടനെ തന്നെ ഫോട്ടോയിൽ കാണുന്ന ഈ വലിയ കുട്ടി മിന്നലേറ്റ് വീണു എന്നാണ് ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. പ്രകൃതിയിലുണ്ടാകുന്ന ഇടിയും മിന്നലും എല്ലാം സ്ഥിത വൈദ്യുതി മൂലമുണ്ടാകുന്ന പ്രതിഭാസങ്ങളാണ്. കുട്ടിയുടെ മുടിയിഴകൾ ആകാശത്തേക്ക് ഉയർന്നു നിന്നു എന്നത് തന്നെ ഒരു സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി, അതായത് സ്ഥിത വൈദ്യുതി അവിടെ ഉണ്ടായി എന്നതിൻ്റെ പ്രധാന തെളിവാണ്. നമുക്ക് മറ്റൊരു ആക്ടിവിറ്റി നോക്കാം. ഒരു പ്ലാസ്റ്റിക് പേനയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സ്കെയിലോ എടുത്ത് വരണ്ട മുടിയിൽ നന്നായി ഉരസുക. അതിനുശേഷം ചെറിയ കടലാസ് കഷ്ണങ്ങൾക്ക് അരികിൽ കൊണ്ടുവരിക. എന്താണ് സംഭവിക്കുന്നത്? ഈ പ്ലാസ്റ്റിക് സ്കെയില് കടലാസ് കഷ്ണങ്ങളെ ആകർഷിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാം. ഈ പ്രവർത്തനത്തിൽ നിന്ന് നമ്മൾ എത്തിച്ചേരുന്ന നിഗമനം എന്താണ്? ചില വസ്തുക്കൾ പരസ്പരം ഉരസുമ്പോൾ അവയ്ക്ക് മറ്റു വസ്തുക്കളെ ആകർഷിക്കാൻ കഴിയുന്നു. ചില വസ്തുക്കൾ പരസ്പരം ഉരസുമ്പോൾ അവയ്ക്ക് മറ്റു വസ്തുക്കളെ ആകർഷിക്കാൻ കഴിയുന്നു. ഊതിവീർപ്പിച്ച ബലൂൺ, എബണൈറ്റ് റോഡ്, ഗ്ലാസ് റോഡ്, PVC പൈപ്പ്, ചീർപ്പ്, സിൽക്ക്, കമ്പിളി, പോളിയെസ്റ്റർ, ഉണങ്ങിയ മുടി, സ്റ്റീൽ സ്പൂൺ തുടങ്ങിയവ പരസ്പരം ഉരസി ചെറിയ കടലാസ് കഷ്ണങ്ങളെ ആകർഷിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ പട്ടികപ്പെടുത്തുക. ഗ്ലാസ് റോഡും സിൽക്കും തമ്മിൽ നമ്മൾ ഉരസിയപ്പോൾ അത് ചെറിയ കടലാസ് കഷ്ണങ്ങളെ ആകർഷിക്കുന്നതായി നമ്മൾ കണ്ടു. എബണൈറ്റും കമ്പിളിയും തമ്മിൽ ഉരസിയപ്പോഴും ചെറിയ കടലാസ് കഷ്ണങ്ങളെ ആകർഷിച്ചു. സ്റ്റീൽ സ്പൂണും പോളിയെസ്റ്ററും തമ്മിൽ ഉരസിയപ്പോൾ അത് ചെറിയ കടലാസ് കഷ്ണങ്ങളെ ആകർഷിക്കുന്നുണ്ടോ? ആകർഷിക്കുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഈ പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അനുയോജ്യമായ ജോഡി വസ്തുക്കൾ തമ്മിൽ ഉരസുമ്പോൾ മാത്രമേ അവയ്ക്ക് മറ്റ് വസ്തുക്കളെ ആകർഷിക്കാനുള്ള കഴിവ് ലഭിക്കുകയുള്ളൂ. അനുയോജ്യമായ രണ്ട് വസ്തുക്കൾ തമ്മിൽ ഉരസിയപ്പോൾ മറ്റ് വസ്തുക്കളെ ആകർഷിക്കാനുള്ള കഴിവ് ലഭിച്ചു എന്ന് നമ്മൾ പഠിച്ചു. എങ്ങനെയാണ് ഈ കഴിവ് ലഭിക്കുന്നത്? നമുക്ക് നോക്കാം. പദാർത്ഥങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് തന്മാത്രകളിലാണ്. ഈ തന്മാത്രകൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ആറ്റങ്ങൾ ചേർന്നാണ്. ആറ്റത്തിലെ ഘടകങ്ങൾ നമുക്കറിയാം. പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ എന്നിവയാണ്. ഇതിൽ ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോൺ. പ്രോട്ടോണിൻ്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ചാർജ്. ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ് ചാർജ്. ഏതൊരാറ്റത്തിലും ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണുകളുടെയും എണ്ണം എപ്പോഴും തുല്യമായിരിക്കും. അതുകൊണ്ട് ആറ്റം എന്നത് വൈദ്യുതപരമായി നിർവീര്യമാണ്. ആറ്റത്തിലെ അടിസ്ഥാന ഘടകമാണ് പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ എന്നിവ. ഇതിൽ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും എണ്ണം തുല്യമായിരിക്കും. അതായത് ആറ്റം വൈദ്യുതപരമായി നിർവീര്യമായിരിക്കും. ഇപ്പോൾ ഈ ആറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടാൽ ആറ്റത്തിൻ്റെ ചാർജ് എന്തായിരിക്കും? ഇലക്ട്രോൺ നഷ്ടപ്പെട്ടാൽ ആറ്റത്തിൻ്റെ ചാർജ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അതായത് പ്രോട്ടോൺ അവിടെ കൂടുതലാണ് അല്ലേ? ആറ്റത്തിന് ഇലക്ട്രോൺ ലഭിച്ചാലോ അവിടെ എന്താ സംഭവിക്കുന്നത്? നെറ്റ് ചാർജ് എത്രയായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ക്ലിയർ ആയില്ലേ? ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന ആറ്റത്തിന് പോസിറ്റീവ് ചാർജും ഇലക്ട്രോൺ സ്വീകരിക്കുന്ന ആറ്റത്തിന് നെഗറ്റീവ് ചാർജും ലഭിക്കുന്നു. അനുയോജ്യമായ ചില വസ്തുക്കൾ തമ്മിൽ ഉരസുമ്പോൾ ഇലക്ട്രോൺ കൈമാറ്റം നടക്കുന്നുണ്ട്. അതായത് ഒരു വസ്തുവിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇലക്ട്രോൺ മാറ്റപ്പെടുന്നു. അപ്പോൾ ഏത് വസ്തുവിനാണ് പോസിറ്റീവ് ചാർജ് ഉണ്ടാകുന്നത്, ഏത് വസ്തുവിനാണ് നെഗറ്റീവ് ചാർജ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കാം. ഗ്ലാസ് റോഡും സിൽക്ക് തുണിയും തമ്മിൽ ഉരസുമ്പോൾ ഗ്ലാസ് റോഡിലെ ഇലക്ട്രോൺസ് സിൽക്ക് തുണിയിലേക്ക് പ്രവേശിക്കുന്നു. അതായത് ഇവിടെ ഗ്ലാസ് റോഡിന് ഇലക്ട്രോൺ നഷ്ടമായി. ഇലക്ട്രോൺ നഷ്ടമാവുക എന്നാൽ പോസിറ്റീവ് ചാർജ് ലഭിച്ചു എന്നാണ് അർത്ഥമാക്കുന്നത്.
അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഗ്ലാസ് റോഡിന് പോസിറ്റീവ് ചാർജ് ലഭിച്ചു. ഇലക്ട്രോൺ ലഭിച്ച സിൽക്ക് തുണിക്ക് എന്ത് ചാർജാണ് ലഭിച്ചത്? ഇലക്ട്രോൺ കൂടുതലുണ്ടെങ്കിൽ അവിടെ നെഗറ്റീവ് ചാർജ് ലഭിച്ചു. ഗ്ലാസ് റോഡും സിൽക്കും തമ്മിൽ ഉരസിയപ്പോൾ ഗ്ലാസ് റോഡിന് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു. അതുവഴി ഗ്ലാസ് റോഡിന് പോസിറ്റീവ് ചാർജ് ലഭിച്ചു. ഇലക്ട്രോൺ കിട്ടിയ സിൽക്കിന് നെഗറ്റീവ് ചാർജ് ലഭിച്ചു. എബണൈറ്റും കമ്പിളിയും തമ്മിൽ ഉരസിയപ്പോൾ കമ്പിളിക്ക് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു. ഇലക്ട്രോൺ നഷ്ടപ്പെട്ടാൽ എന്ത് സംഭവിക്കും? പോസിറ്റീവ് ചാർജാണ് ലഭിക്കുക അല്ലേ? കമ്പിളിക്ക് പോസിറ്റീവ് ചാർജ് ലഭിച്ചു. കമ്പിളിയിൽ നിന്നുള്ള ഇലക്ട്രോൺ എവിടേക്കാണ് പോയത്? എബണൈറ്റിലേക്കാണ് പോയത്. അതായത് ഇലക്ട്രോൺസ് ഇപ്പോൾ കൂടുതൽ എവിടെയാണ് ഉള്ളത്? എബണൈറ്റിലാണ്. ഇലക്ട്രോൺസ് കൂടുതലുണ്ടെങ്കിൽ അവിടെ ലഭിക്കുന്ന ചാർജ് എന്താണ്? നെഗറ്റീവ് ചാർജാണ്. ഒരു റബ്ബർ ദണ്ടും കമ്പിളിയും തമ്മിൽ ഉരസുമ്പോൾ കമ്പിളിയിലുള്ള ഇലക്ട്രോൺസ് റബ്ബർ ദണ്ടിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഇലക്ട്രോൺസ് നഷ്ടപ്പെടുന്ന കമ്പിളിക്ക് പോസിറ്റീവ് ചാർജും ഇലക്ട്രോൺ ലഭിച്ച റബ്ബർ ദണ്ടിന് നെഗറ്റീവ് ചാർജും ഉണ്ടാവും. റബ്ബർ ദണ്ടും കമ്പിളിയും തമ്മിൽ ഉരസിയപ്പോൾ കമ്പിളിക്ക് ഇലക്ട്രോൺ നഷ്ടപ്പെടുകയും അവിടെ പോസിറ്റീവ് ചാർജും ലഭിച്ചു. ഇലക്ട്രോൺ റബ്ബർ ദണ്ടിന് ലഭിക്കുകയും അവിടെ നെഗറ്റീവ് ചാർജ് ഉണ്ടാവുകയും ചെയ്തു. അനുയോജ്യമായ രണ്ട് വസ്തുക്കൾ തമ്മിൽ ഉരസുമ്പോൾ ഒരു വസ്തുവിന് പോസിറ്റീവ് ചാർജും മറ്റു വസ്തുവിന് നെഗറ്റീവ് ചാർജും ലഭിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചു. ഇത്തരത്തിൽ ഒരു വസ്തുവിനെ വൈദ്യുത ചാർജ് ഉള്ളതാക്കി മാറ്റുന്ന പ്രവർത്തനമാണ് വൈദ്യുതീകരണം അഥവാ ചാർജിങ്. ഒരു വസ്തുവിനെ വൈദ്യുത ചാർജ് ഉള്ളതാക്കി മാറ്റുന്ന പ്രവർത്തനമാണ് വൈദ്യുതീകരണം അഥവാ ചാർജിങ്. ഇത്തരത്തിലുണ്ടാകുന്ന ഈ വൈദ്യുത ചാർജിങ് ആ വസ്തുവിൽ അതേ സ്ഥാനത്ത് തന്നെ തങ്ങി നിൽക്കുകയാണെങ്കിൽ അത്തരം വൈദ്യുത ചാർജിനെ സ്ഥിത വൈദ്യുതി എന്ന് പറയുന്നു. ഒരു വസ്തുവിലുണ്ടാകുന്ന വൈദ്യുത ചാർജ് ആ വസ്തുവിൽ അതേ സ്ഥാനത്ത് തങ്ങി നിൽക്കുകയാണെങ്കിൽ അത്തരം വൈദ്യുത ചാർജിനെ സ്ഥിത വൈദ്യുതി അതായത് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നു. ഉരസൽ വഴി ലോഹങ്ങളെ വൈദ്യുത ചാർജ് ഉള്ളതാക്കാനാവുമോ? നമുക്ക് നോക്കാം. ഒരു ചെമ്പ് കമ്പിയോ അല്ലെങ്കിൽ ഒരു സ്റ്റീൽ സ്പൂണോ എടുത്തിട്ട് സിൽക്ക്, കമ്പിളി തുടങ്ങിയവയിൽ നന്നായി ഉരസി ചെറിയ പേപ്പർ കഷ്ണങ്ങളിലേക്ക് കൊണ്ടുവരിക. അവ ആകർഷിക്കുന്നുണ്ടോ എന്ന് നോക്കുക. ആകർഷിക്കുന്നുണ്ടാവുമോ? ഒരിക്കലുമില്ല. എന്തുകൊണ്ടായിരിക്കാം ഈ ചെമ്പ് കമ്പി അല്ലെങ്കിൽ സ്റ്റീൽ സ്പൂണൊക്കെ നന്നായി ഉരസിയിട്ട് കടലാസ് കഷ്ണത്തിൽ കാണിച്ചിട്ട് ആകർഷിക്കാത്തത്? ഉരസുമ്പോൾ ലോഹോപരിതലം വൈദ്യുതീകരിക്കപ്പെടുന്നുണ്ടെങ്കിലും അത് ചാലകമായതിനാൽ ചാർജ് മറ്റു ഭാഗങ്ങളിലേക്ക് തത്സമയം തന്നെ വ്യാപിക്കുന്നു. അതുകൊണ്ടാണ് ലോഹങ്ങളിൽ സ്ഥിത വൈദ്യുത ചാർജ് സ്വരൂപിക്കപ്പെടാത്തത്. ഉരസുമ്പോൾ ലോഹോപരിതലം വൈദ്യുതീകരിക്കപ്പെടുന്നുണ്ടെങ്കിലും ചാലകമായതിനാൽ ചാർജ് മറ്റു ഭാഗങ്ങളിലേക്ക് തത്സമയം തന്നെ വ്യാപിക്കുന്നു. അതുകൊണ്ടാണ് ലോഹങ്ങളിൽ സ്ഥിത വൈദ്യുത ചാർജ് സ്വരൂപിക്കപ്പെടാത്തത്. ചാർജ് ചെയ്യപ്പെട്ട വസ്തുക്കൾ തമ്മിൽ ആകർഷണം മാത്രമാണോ സംഭവിക്കുന്നത്? നമുക്കൊരു ആക്ടിവിറ്റി നോക്കാം. ഊതി വീർപ്പിച്ച രണ്ട് ബലൂണുകൾ പരസ്പരം തൊട്ടിരിക്കത്തക്ക വിധം തൂക്കിയിടുക. അവയ്ക്കിടയിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ തിൻ ഷീറ്റ് അല്ലെങ്കിൽ ഒരു ഫ്ലാനൽ വച്ച് ഉരസുക. നന്നായി ഉരസിയതിന് ശേഷം ഫ്ലാനൽ എടുത്ത് മാറ്റുക. എന്നിട്ട് ബലൂണുകൾ നിരീക്ഷിക്കുക. എന്താണ് നമ്മൾ കാണുന്നത്? ബലൂണുകൾ പരസ്പരം അകന്നു മാറുന്നതായി നമുക്ക് കാണാം. എന്തുകൊണ്ടായിരിക്കാം ഇവ തമ്മിൽ അകന്നു മാറുന്നത്? ഫ്ലാനൽ കൊണ്ട് ബലൂണുകളെ നന്നായി ഉരസുമ്പോൾ രണ്ട് ബലൂണുകളിൽ നിന്നുണ്ടാകുന്ന ഇലക്ട്രോണുകൾ ഫ്ലാനലിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഇലക്ട്രോൺ കൊടുക്കുമ്പോൾ ബലൂണുകൾക്ക് ഉണ്ടാകുന്ന ചാർജ് പോസിറ്റീവ് ചാർജും ഫ്ലാനലിന് നെഗറ്റീവ് ചാർജുമാണ് ലഭിക്കുന്നത്. ഫ്ലാനൽ എടുത്ത് മാറ്റുമ്പോൾ രണ്ട് ബലൂണിനും പോസിറ്റീവ് ചാർജ് തന്നെയാണ്. അതായത് ഒരേ ചാർജ് ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? അവ തമ്മിൽ വികർഷിക്കും. അതാണ് ഇവിടെ സംഭവിച്ചത്. ഒരേ ചാർജ് വന്നപ്പോൾ രണ്ട് ബലൂണുകളും പരസ്പരം വികർഷിച്ച് നീങ്ങിപ്പോയി. നമുക്ക് മറ്റൊരു ആക്ടിവിറ്റി നോക്കാം. നൂലിൽ തൂക്കിയിട്ട ഒരു ഗ്ലാസ് റോഡിനെ സിൽക്ക് കൊണ്ട് നന്നായി ഉരസുക. അതിനുശേഷം ചാർജ് ചെയ്ത മറ്റൊരു ഗ്ലാസ് റോഡ് ഈ തൂക്കിയിട്ട ഗ്ലാസ് റോഡിന്റെ അടുത്തേക്ക് കൊണ്ടുവരിക. എന്താണ് സംഭവിക്കുന്നത്? ഈ ഗ്ലാസ് റോഡുകൾ തമ്മിലും വികർഷിക്കുന്നു. അതിന് കാരണം എന്താ? നമ്മൾ നേരത്തെ പഠിച്ചു. ഗ്ലാസ് റോഡും സിൽക്ക് തുണിയും തമ്മിൽ ഉരസുമ്പോൾ ഗ്ലാസ് റോഡിൽ നിന്നും ഇലക്ട്രോൺസ് നഷ്ടമാവുകയും അത് സിൽക്ക് തുണിയിലേക്ക് വരികയും ചെയ്യുന്നു. അതായത് ഗ്ലാസ് റോഡിന് പോസിറ്റീവ് ചാർജ് ലഭിക്കും, സിൽക്ക് തുണിക്ക് നെഗറ്റീവ് ചാർജും ലഭിക്കും. ഇത്തരത്തിലുണ്ടാകുന്ന ഈ രണ്ട് ഗ്ലാസ് റോഡിനും ലഭിക്കുന്ന ചാർജ് പോസിറ്റീവാണ് അല്ലേ? പോസിറ്റീവ് ചാർജും അടുത്തു കൊണ്ടുവന്നാൽ എന്താ സംഭവിക്കുന്നത്? ഒരേ ചാർജുള്ള വസ്തുക്കൾ അടുത്തു കൊണ്ടുവന്നാൽ അവ തമ്മിൽ വികർഷണം ഉണ്ടാവും. ഈ രണ്ട് ആക്ടിവിറ്റിയിലൂടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? സജാതീയ ചാർജുകൾ പരസ്പരം വികർഷിക്കുന്നു. ഇനി മറ്റൊരു ആക്ടിവിറ്റി നോക്കാം. തൂക്കിയിട്ട ഗ്ലാസ് റോഡിനെ സിൽക്ക് കൊണ്ട് നന്നായിട്ട് ഉരസുക. അതിനുശേഷം അതേ സിൽക്ക് തുണിയുടെ ഉരസിയ ഭാഗം തന്നെ ഗ്ലാസ് റോഡിൻ്റെ അടുത്ത് കൊണ്ടുവരിക. എന്താണ് സംഭവിക്കുന്നത്? ഈ ഗ്ലാസ് റോഡ് സിൽക്ക് തുണിയെ ആകർഷിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാം. കാരണം എന്താ? നമ്മൾ പഠിച്ചു,
ഗ്ലാസ് റോഡിന് ഇപ്പോൾ പോസിറ്റീവ് ചാർജാണ് ലഭിച്ചത് അല്ലേ, ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു. ഇലക്ട്രോണിനെ ലഭിച്ച സിൽക്ക് തുണിക്ക് എന്ത് ചാർജാണ്? നെഗറ്റീവ് ചാർജാണ്. പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും അല്ലേ വ്യത്യസ്തമായ ചാർജുകളാണ്. എന്താ സംഭവിക്കുന്നത്? അവിടെ ആകർഷണം ഉണ്ടാവുന്നു. ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ തന്നെ ഈ ആക്ടിവിറ്റി നമ്മൾ ചെയ്തതാണ് അല്ലേ. ഒരു പ്ലാസ്റ്റിക് സ്കെയിൽ എടുത്ത് തലമുടിയിൽ നന്നായി ഉരസിയതിനു ശേഷം പേപ്പർ കഷ്ണത്തിൽ കാണിച്ചപ്പോൾ അത് ആകർഷിക്കപ്പെട്ടു. അതായത് ഇവിടെ ഉരസൽ മൂലം സ്കെയിലിന് ഒരു ചാർജ് ലഭിച്ചു. എന്നാൽ പേപ്പർ കഷ്ണത്തിൽ ചാർജ് ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നില്ല. അതായത് ചാർജുള്ള ഒരു വസ്തു വെച്ചിട്ട് ചാർജ് ഇല്ലാത്ത ഒരു വസ്തുവിനെയാണ് നമ്മൾ ആകർഷിച്ചത്. ഈ ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ചാർജിന്റെ കേസ് വരുമ്പോൾ വിപരീത ചാർജ് ഉള്ളത് വേണമെന്നില്ല. പകരം ചാർജ് ഉള്ളവയും ചാർജ് ഇല്ലാത്തവയും തമ്മിലും ആകർഷണം ഉണ്ടാവും. വൈദ്യുത ചാർജിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ചാർജുള്ള വസ്തു ചാർജ് ഇല്ലാത്ത വസ്തുക്കളെ ആകർഷിക്കുന്നു. വിജാതീയ ചാർജുകൾ ആകർഷിക്കുന്നു. സജാതീയ ചാർജുകൾ തമ്മിൽ വികർഷിക്കുന്നു. വൈദ്യുത ചാർജിന്റെ സവിശേഷതകൾ: ചാർജുള്ള വസ്തു ചാർജ് ഇല്ലാത്ത വസ്തുക്കളെ ആകർഷിക്കുന്നു. വിജാതീയ ചാർജുകൾ തമ്മിൽ ആകർഷിക്കുന്നു. സജാതീയ ചാർജുകൾ തമ്മിൽ വികർഷിക്കുന്നു. രണ്ട് വസ്തുക്കൾ പരസ്പരം ആകർഷിക്കുന്നുണ്ടെങ്കിൽ അവയ്ക്ക് രണ്ടിനും ചാർജ് ഉണ്ട് എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. എന്നാൽ പരസ്പരം വികർഷിക്കുന്ന വസ്തുക്കൾക്ക് രണ്ടിനും ഒരേ ഇനം ചാർജ് ഉണ്ടെന്ന് ഉറപ്പിക്കാം. അതുകൊണ്ട് തന്നെ വസ്തുക്കൾക്ക് ചാർജ് ഉണ്ട് എന്ന് സ്ഥിരീകരിക്കാനുള്ള മാർഗം ആകർഷണമല്ല, പകരം വികർഷണമാണ്. വസ്തുക്കൾക്ക് ചാർജ് ഉണ്ട് എന്ന് സ്ഥിരീകരിക്കാനുള്ള മാർഗം എന്താണ്? വികർഷണമാണ്. വൈദ്യുത ചാർജ് അളക്കുന്ന യൂണിറ്റ് കുളോമാണ്. വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് കുളോം. ചാർജ് എന്നത് അദിശ അളവാണ്. വൈദ്യുത ചാർജ് അദിശ അളവാണ്. ഒരു വസ്തു ചാർജ് ചെയ്യപ്പെട്ടതാണോ എന്നെങ്ങനെ മനസ്സിലാക്കും? അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഇലക്ട്രോസ്കോപ്പ്. എന്താണ് ഇലക്ട്രോസ്കോപ്പ്? സ്ഥിത വൈദ്യുത ചാർജിന്റെ സാന്നിധ്യം അറിയാനുള്ള ഉപകരണമാണ് ഇലക്ട്രോസ്കോപ്പ്. ഒരു ഇലക്ട്രോസ്കോപ്പ് എങ്ങനെയാണ് നിർമ്മിക്കുന്നത് നോക്കാം. സുതാര്യമായ ഒരു പ്ലാസ്റ്റിക് കുപ്പി എടുക്കുക. ആ കുപ്പി അടച്ചു വയ്ക്കാവുന്ന തരത്തിൽ കാർഡ്ബോർഡ് മുറിക്കുക. കാർഡ്ബോർഡിന്റെ മധ്യത്തിലായി ചിത്രത്തിൽ കാണുന്നത് പോലെ ദ്വാരമിടുക. ഒരു സ്ട്രോ ഇറക്കി വയ്ക്കുക. ഈ സ്ട്രോയുടെ കുറച്ച് ഭാഗം ദ്വാരത്തിലൂടെ കടത്തി ഉറപ്പിക്കുക. സ്ട്രോയിലൂടെ ചെമ്പ് കമ്പി കടത്തുക. അതിനുശേഷം രണ്ടറ്റവും വളയ്ക്കുക. ചിത്രത്തിൽ കാണുന്നത് പോലെ തുല്യ വലിപ്പത്തിലുള്ള 2 അലൂമിനിയം ഫോയിൽ കഷ്ണങ്ങൾ കൊളുത്തിയിടുക. അതിനുശേഷം സെല്ലോ ടേപ്പ് ഉപയോഗിച്ച് കാർഡ്ബോർഡ് പാത്രത്തിൽ ഉറപ്പിക്കുക. നമ്മളുണ്ടാക്കിയ ഇലക്ട്രോസ്കോപ്പിന്റെ മുകളിൽ ചാർജ് ചെയ്ത ഒരു ഗ്ലാസ് റോഡ് കൊണ്ട് സ്പർശിക്കുക. എന്താണ് നിരീക്ഷിക്കുന്നത്? അലൂമിനിയം ഫോയിൽ കൊണ്ടുണ്ടാക്കിയ ദളങ്ങൾ വിടർന്നു നിൽക്കുന്നതായി കാണാം. എന്തുകൊണ്ടായിരിക്കും അത്? ഗ്ലാസ് റോഡിൽ നിന്നുള്ള ചാർജ് കോപ്പർ വയറിലൂടെ കടന്നു വന്ന് അലൂമിനിയം ഫോയിലെത്തുന്നുണ്ട് അല്ലേ. ഗ്ലാസ് റോഡിലുണ്ടായ അതേ ചാർജ് തന്നെയായിരിക്കും കോപ്പർ വയറിലൂടെ കടന്നു വന്ന് അലൂമിനിയം ഫോയിലെത്തുന്നത്. അലൂമിനിയം ഫോയിലിലെ ഓരോ ദളത്തിനും ഒരേ ചാർജ് തന്നെയാണ് ലഭിക്കുന്നത് അല്ലേ. ഒരേ ചാർജ് ലഭിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവ തമ്മിൽ വികർഷിക്കും. അതുകൊണ്ടാണ് ആ ദളങ്ങൾ വിടർന്നു നിൽക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ഡിസ്ചാർജിങ് എന്താണെന്ന് പഠിക്കാം. ഒരു വസ്തുവിലെ ചാർജ് നിർവീര്യമാക്കുന്ന പ്രവർത്തനമാണ് ഡിസ്ചാർജിങ്. ഒരു വസ്തുവിന് പോസിറ്റീവ് ചാർജ് ഉണ്ട് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ആ വസ്തുവിൽ ഇലക്ട്രോണിൻ്റെ എണ്ണം കുറവാണ് അല്ലേ. അതിനെ നിർവീര്യമാക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആവശ്യത്തിനുള്ള ഇലക്ട്രോൺ കൊടുക്കണം. അങ്ങനെ അത് നിർവീര്യമാകും. ഒരു വസ്തുവിന് നെഗറ്റീവ് ചാർജ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ആ ഒരു വസ്തുവിൽ ധാരാളം ഇലക്ട്രോണുകൾ ഉണ്ട് അല്ലേ. അതിനെ നിർവീര്യമാക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ഉള്ള ഇലക്ട്രോണിനെ എടുത്തു കളയണം അല്ലേ. ഇത്തരത്തിൽ ഒരു വസ്തുവിൻ്റെ ചാർജ് നിർവീര്യമാക്കുന്ന പ്രവർത്തനമാണ് ഡിസ്ചാർജിങ്. ചാർജുള്ള ഒരു വസ്തുവിനെ ഡിസ്ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് എർത്തിങ്. ഭൂമിയുടെ ഒരു പ്രത്യേകത നമുക്കറിയാം. ഭൂമി ഏത് സമയത്തും ഏതളവിലും ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുകയോ അല്ലെങ്കിൽ സ്വീകരിക്കുകയോ ചെയ്യും. ഭൂമിയെ അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺ ബാങ്ക് എന്നും വിളിക്കാറുണ്ട്. ഭൂമിയുടെ പ്രത്യേകത എന്താണ്? ഭൂമി ഏത് സമയത്തും ഏതളവിലും ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുകയോ അതുപോലെ തന്നെ സ്വീകരിക്കുകയോ ചെയ്യും. ഒരു ഉദാഹരണം നോക്കാം. നെഗറ്റീവ് ചാർജുള്ള ഒരു വസ്തു ഭൂമിയുമായി എർത്ത് ചെയ്തു. അങ്ങനെയാണെങ്കിൽ കൂടുതലുള്ള ആ ഇലക്ട്രോണുകൾ ഭൂമിയിലേക്ക് ഒഴുകിപ്പോവുകയും വസ്തു നിർവീര്യമാവുകയും ചെയ്യുന്നു. ഇനി പോസിറ്റീവ് ചാർജുള്ള ഒരു വസ്തു ഭൂമിയിലേക്ക് എർത്ത് ചെയ്യുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ഇലക്ട്രോൺ കുറവാണ് അല്ലേ. അപ്പോൾ ഭൂമി എന്ന് പറയുന്നത് ധാരാളം ഇലക്ട്രോണുകളുടെ കലവറയാണ്. ഭൂമി എന്ത് ചെയ്യും? ഇലക്ട്രോണുകളെ ഈ വസ്തുവിലേക്ക് വിട്ടുകൊടുക്കും. അങ്ങനെ ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്ത് ആ വസ്തു നിർവീര്യമാകുന്നു. ഒരു വസ്തുവിനെ ലോഹചാലകം ഉപയോഗിച്ച് ഭൂമിയുമായി ബന്ധിപ്പിക്കുന്നതിനെയാണ് എർത്തിങ് എന്ന് പറയുന്നത്. ചാർജുള്ള ഒരു വസ്തുവിനെ എർത്ത് ചെയ്യുമ്പോൾ ഇലക്ട്രോണുകൾ ഭൂമിയിൽ നിന്ന് വസ്തുവിലേക്കോ
വസ്തുവിൽ നിന്ന് ഭൂമിയിലേക്കോ പ്രവഹിച്ച് വസ്തുവിൻ്റെ ചാർജ് പൂർണ്ണമായും നിർവീര്യമാവുന്നു. എർത്തിങ്ങിൻ്റെ പ്രതീകമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ ചാപ്റ്ററിൻ്റെ അടുത്ത ഭാഗം ഉടനെ തന്നെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യാം. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്നാണ് വിശ്വസിക്കുന്നത്. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.